തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്റെ ജീവന്റെ പാതി എന്നെ കാണാനെത്തിയില്ലേ? എന്റെ കൂടെ നിൽക്കുമല്ലേ? ഇനി എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. അരവിന്ദനെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ബാലമ്മേ, മാമനെന്താ ഒന്നും പറയാതെ ഇറങ്ങിപ്പോന്ന്? എങ്ങോട്ട് പോവാ? വീട്ടിലേക്ക്. അരവിന്ദേട്ടനെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഈ സമയത്ത് ബാലമാമനെ തന്നെ ഒറ്റയ്ക്ക് പോന്ന്? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഇല്ല, ഞാൻ പോവാ. നിങ്ങളെല്ലാം ഒരുമിച്ച് വന്നാ മതി. ഇപ്പൊ ബാലമാമൻ വീട്ടിലേക്ക് പോകുന്ന ശരിയല്ല. അരവിന്ദേട്ടൻ ഇപ്പോഴാണ് നോർമലായത്. അപ്പൊ കൂടെ ബാലമാമൻ വേണ്ടേ? എന്തിന് ഞാൻ അവന്റെ കൂടെ ഉണ്ടാവണം? പറയൂ. ബാലമാമന്റെ മോനല്ല അരവിന്ദേട്ടൻ. മോളെ, സ്നേഹമായാലും കെയറിംഗ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. വൺ വേ പോലെ ആവരുത്. രണ്ടു കൈയും ചേർത്തടിച്ചാലേ ശബ്ദം ഉണ്ടാവും. അവന് എന്നോട് സ്നേഹമില്ലാതെ ഞാൻ അവനോട് മാത്രം കാണിച്ചിട്ട് എന്താ കാര്യം? ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് അവനോട് സ്നേഹമുണ്ട്. എന്നാ ഒരു മകൻ എന്ന നിലയിൽ അവൻ എന്നോട് സ്നേഹമുണ്ടോ? അരവിന്ദന് സ്നേഹം കൊടുക്കാനും കെയർ ചെയ്യാനും അവന്റെ അമ്മയും ഭാര്യയൊക്കെ ഉണ്ട്. അവൻ അത് മതിയല്ലോ. സ്വന്തം അനിയൻ പോലും വേണ്ട. ബാലമാമൻ ഓവർത്തിങ്ക് ചെയ്യുക. അരവിന്ദേട്ടന് എല്ലാരോടും സ്നേഹമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ശബ്ദം കേട്ടപ്പോഴേ അവൻ കണ്ണു തുറക്കുമായിരുന്നു. അവന്റെ നല്ലതിനു വേണ്ടിയല്ലേ നമ്മൾ ശ്രേയായിട്ടുള്ള കല്യാണം പോലും എതിർത്തത്. അതിനവൻ വാശിയോടല്ലേ കണ്ടത്. നമ്മുടെ കുടുംബം തകർത്തെറിയാൻ വന്നവളെ മതിയവന്. ജീവിക്കുമ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങള് മരിക്കാൻ നേരത്ത് ചിന്തിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. മരണത്തെ മുന്നിൽ കണ്ടിട്ട് പോലും അവനത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഒന്നും അവൻ മനസ്സിലാക്കാൻ പോകുന്നില്ല. അരവിന്ദ് കണ്ണു തുറന്നു, പക്ഷെ ബുദ്ധിയും മനസ്സും ഇനിയും തെളിഞ്ഞിട്ടില്ല. ഞാൻ എന്തിനോട് നിൽക്കണം? അതിനൊന്നും ആവശ്യമില്ല. ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ ഒരുമിച്ച് പോവാ. ഞാൻ പോവാ. ബാലമാമേ, മോളൊന്നും പറയണ്ട, ഞാൻ പോവാ. ബാലമാമേ, അക്കുചേട്ടാ, ബാലമാമ വീട്ടിലേക്ക് പോയി. ഓക്കെ, വാ നമുക്ക് പോ. അക്കുചേട്ടാ നിക്ക്. എന്താ? വാ നമുക്ക് പോവാം. അരവിന്ദേട്ടനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരുമിച്ച് പോവാം. അച്ഛനില്ല, നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നമ്മളും കൂടി പോയാ അത് ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? ഇവിടെ നമ്മളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അകത്ത് നടക്കുന്ന ഡ്രാമ കണ്ടാ സഹിക്കാനേ പറ്റില്ല. അക്കുചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. നമ്മുടെ സ്നേഹം അരവിന്ദേട്ടൻ മനസ്സിലാക്കിയില്ലെങ്കിലും വെറുപ്പും ദേഷ്യവും തിരിച്ചു കാണിക്കുന്നത് ശരിയല്ല.